ഇന്ന് നമ്മളൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോവാണ്. ഇപ്പൊ ചിക്കൻ്റെ ഫ്രൈഡ് റൈസ് ആണ്. ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ വെജിറ്റബിൾ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മളൊരു ചീസ് ക്രീമി ചിക്കനും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അത് എൻ്റെ സ്വന്തം ഒരു ഐഡിയയിൽ ഞാൻ ഉണ്ടാക്കുന്നതാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയപ്പം എല്ലാവർക്കും ഇഷ്ടമായി. ആൽഫയ്ക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് തന്നെ ഒന്നും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൾക്ക് വെജിറ്റബിൾ വേണ്ടാന്ന് തോന്നുന്നു. പക്ഷേ ഈ വെജിറ്റബിൾ എല്ലാം ഇട്ടാലേ അതിനൊരു ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. അപ്പം അതിനകത്ത് നിന്ന് കുറച്ച് മാറ്റിയിട്ട് ഞാൻ ഈ വെജിറ്റബിളൊക്കെ ഇടും. പിന്നെ ബ്രൊക്കോളി ഉണ്ട്, പിന്നെ ക്യാപ്സിക്കം 3 കളറ്, പിന്നെ ബീൻസ്, ക്യാരറ്റ്, പിന്നെ ഇത് നമ്മൾ ക്രീമി ചിക്കന് വേണ്ടിയിട്ട് പാസ്ലി ലീവ്സ് ഇല്ലേ, അത് കുറച്ച് മേടിച്ചിട്ടുണ്ട്. ഇതിന് ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി കേട്ടോ. ഇത് ഇട്ടുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ ഇതും വരുന്നുണ്ട് കേട്ടോ, ഡ്രൈ ആയിട്ട് ബോട്ടിൽ വരുന്നുണ്ട്. മറ്റേ ഒറിഗാനോ ഒക്കെ വരുന്നില്ല, അതേപോലെ അത് വേണമെങ്കിലും മേടിച്ചിടാം. അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് നമ്മൾ മെട്രോയിൽ പോകുമ്പോൾ കിട്ടും കേട്ടോ. ഇങ്ങനത്തെ ലീവ്സ് എല്ലാം അവിടെ കിട്ടും. അതുകൊണ്ട് ഞാൻ മേടിച്ചെന്നുള്ളൂ. പിന്നെ പച്ചമുളക്, പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ഉരുളക്കിഴങ്ങും, പിന്നെ ഞാൻ മൊസറല്ല ചീസാണ് ഇടുന്നത് ചിക്കനിൽ, പിന്നെ ബട്ടർ, അങ്ങനത്തെ ചില സംഭവങ്ങളൊക്കെ അതൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ കാണിക്കാം. ഇപ്പൊ ഇത് ഫ്രൈഡ് റൈസിനും ഇതിനും കൂടെ രണ്ടിനും കൂടെ എടുത്തു വെച്ചുകൊണ്ട് ഞാനിപ്പോ വെജിറ്റബിൾ കാണിച്ചു. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസിനുള്ള ക്യാപ്സിക്കവും ബീൻസ് ഒക്കെ നമുക്ക് ചെറുതായിട്ടുള്ള കട്ട് ചെയ്തെടുക്കാം. മറ്റുള്ള ബാക്കിയാണ് ഞാൻ നമ്മളെ ക്രീം ചീസിന് എടുക്കുന്നത് കേട്ടോ, ചിക്കന് വേണ്ടിയിട്ട്. അപ്പം നല്ല നൈസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കുറച്ച് സമയം വിനാഗിരിയിലും ഉപ്പുകല്ലും ഇട്ട് വെച്ചാണ് കേട്ടോ. എന്ന് പറയാൻ പറ്റില്ല നമുക്ക് എത്രത്തോളം വിഷം അടിക്കാതിരിക്കണമെന്നും. ക്യാപ്സിക്കൊക്കെ നല്ലോണം നമ്മളൊന്ന് കഴുകിയെടുക്കണം. ഇതിങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ട് നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം കേട്ടോ. കുഞ്ഞിതാക്കണമെങ്കിൽ കുഞ്ഞിതാക്കണം. എന്നിട്ട് ഞാൻ ഇതിങ്ങനെ നല്ല നീളത്തിലില്ലേ, വള്ളി പോലെ അങ്ങനെയാണ് അരിഞ്ഞെടുക്കുന്നത്. കനം കുറച്ച്, ഒത്തിരി വേണ്ട. ഇവിടെ വെജിറ്റബിൾ അധികം ആരും കഴിക്കില്ല, കാരണം പിന്നെ അത് പെറുക്കണം. ആൽഫയൊക്കെ കടുക് പെറുക്കുന്ന വെജിറ്റബിൾ പെറുക്കി കളയും. അതുകൊണ്ട് ഞാൻ അധികം ഇടുന്നില്ല. അതിപ്പോൾ ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞാൽ എന്തോ ഭയങ്കര എന്തോ ഇപ്പം തുടങ്ങിയതല്ലേ, അങ്ങനെ നേരത്തെ ഇഷ്ടമായിരുന്നോ? ഇഷ്ടമൊക്കെ എവിടെ പോയാലും ഓർഡർ ചെയ്യുന്ന ഫ്രൈഡ് റൈസാണ്. ഞാൻ പ്രാർത്ഥിക്കും ഉണ്ടാവുള്ളതായിരുന്നു, പക്ഷെ അവൾ അതിൽ തന്നെ കയറി പിടിക്കും. പക്ഷെ ഇതിങ്ങനെ നല്ല കനം കുറച്ച് ഇങ്ങനെ അരിഞ്ഞെടുത്താൽ മതി കേട്ടോ. എല്ലാം ഇങ്ങനെ അറിയാനൊന്നും പറ്റൂല. ഇതൊക്കെ കുറച്ച് പണിയാണ്. സമയം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചോപ്പ് ചെയ്തെടുക്കൂല, അങ്ങനെയായാലും മതി. ഈ ഫ്രൈഡ് റൈസിൽ ഇത് കാണുമ്പോൾ കുറച്ച് ഭംഗി ഉണ്ടാവുന്നേ ഉള്ളൂ, വെള്ളം പെറുക്കി മാറ്റുള്ളൂ, കഴിക്കൂ. ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് ആണെങ്കിൽ നമുക്കിങ്ങനെ കുറച്ച് ഇങ്ങനെ ഇടാം, ഇങ്ങനെ ആയിട്ടിടാം. കുറച്ച് കട്ടിയുണ്ടെങ്കിൽ അതൊന്നും കൂടെ നടുവേ ഒന്ന് കയറി കൊടുത്താൽ മതി. എനിക്കിങ്ങനെ കട്ടിങ് ബോർഡ് വെച്ച് അരിയാനൊരു ഇതില്ല കേട്ടോ. ഞാൻ കൈ വെച്ചിട്ടാണ് അരിയുക. വേഗം അരിഞ്ഞ തീരും. എല്ലാവരും എന്നോട് ചോദിക്കുകയും ചെയ്യും, ഉള്ളിലേക്ക് അരിയണമാണോ, ഇതെങ്ങനെ അരിയുന്നത്? കൈയോടെയും കൂടി ഇല്ലെങ്കിൽ എളുപ്പമാണ്, കൈ അരിയത്തുമില്ലല്ലോ. അല്ലെങ്കിൽ കട്ടിങ് ബോർഡിൽ അറിയില്ല. ഇത് ചേട്ടായിക്ക് ഭയങ്കര ഈസിയാണ്, കടകടക്കിടക്കിടാവുന്ന അരി. എനിക്കത്ര അറിയില്ല. അപ്പം മഞ്ഞ ക്യാപ്സിക്കം നമുക്ക് ഇതും കൊണ്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ റെഡും പച്ചയും. റെഡും നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ചിലതൊക്കെ വേഗം കട്ട് ചെയ്യാൻ പറ്റും, ചിലത് കട്ട് ചെയ്യുമ്പോൾ എന്തോ പോലെ. പക്ഷെ ഇത് ചോറിനകത്ത് കാണാൻ നല്ല ഭംഗിയായിരിക്കും, കളർഫുള്ളായിട്ട് കിടക്കുമ്പോഴേ ഫ്രൈഡ് റൈസിനകത്ത്. നമ്മൾ പച്ച ക്യാപ്സിക്കം കട്ട് ചെയ്യുവാണേ. ഇതും പകുതി മതി. ബാക്കി നമുക്ക് മറ്റേ ചിക്കൻ എടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയത് ചില്ലി ചിക്കനാണ്. ചിന്ന നിന്നൊരു ക്രീം ചിക്കൻ ഉണ്ടാക്കും. അതിൻ്റെ കൂടെ ഒന്നും കഴിക്കണ്ട കേട്ടോ, അത് തന്നെ കഴിക്കാനാണ് ടേസ്റ്റ്. വെജിറ്റബിളൊക്കെ ഇടുന്നത് കൊണ്ട് ഇത് നല്ലോണം അറിയാൻ പറ്റും. ഇതാണ് നല്ല നൈസായിട്ട് വരും. മറ്റേ ഇത്ര ഒന്നും വന്നില്ല, നൈസായിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ അരിഞ്ഞെടുക്കാം. ക്യാരറ്റും ബീൻസും നമ്മൾ ഇച്ചിരി കുഞ്ഞതാക്കിയാണ് ഇടുന്നത്. ബാക്കിയെല്ലാം ഇച്ചിരി നീളത്തിലിട്ടിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ കുറച്ച് ഇടുന്നത് കേട്ടോ. വെജിറ്റബിൾ അധികം ഇവിടെ വേണ്ടാത്തതുകൊണ്ട് കുറച്ചിടാം. ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിൽ ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ഇച്ചിരി ഉണ്ടാക്കുന്നുള്ളൂ, അപ്പം കുറച്ച് മതിയല്ലോ. അപ്പോൾ വെജിറ്റബിൾ എല്ലാം അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഒന്ന് ചോപ്പ് ചെയ്യണം, കുറച്ച് മല്ലിയിലയും പിന്നെ സ്പ്രിംഗ് ഓണിയൻ, ഇത്രയും സാധനം കൂടെ ഒന്ന് നമുക്ക് ഫ്രൈഡ് റൈസിന് വേണം കേട്ടോ. ബാക്കിയെല്ലാം ആയി. അപ്പം നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ എല്ലാ സംഭവങ്ങളും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം അരിഞ്ഞ് പെറുക്കി വെച്ചിട്ടുണ്ട്. അരിഞ്ഞ് പെറുക്കി എന്ന് പറഞ്ഞാൽ നമ്മളൊരു നാടൻ ഭാഷ കേട്ടോ പറയുന്നത്, ഒന്നും വിചാരിക്കില്ലേ. നമ്മളിങ്ങനെ പറഞ്ഞു ചില വാക്കുകളൊക്കെ അങ്ങനെ വരും. അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ കാണിക്കാത്ത സ്പ്രിംഗ് ഓണിയനും മല്ലിയിലയും വെളുത്തുള്ളി ഇഞ്ചി ആയിരുന്നു തോന്നുന്നു അരിഞ്ഞ് നേരത്തെ കാണിക്കാൻ. പിന്നെ ചിക്കനെല്ലാം പുഴുങ്ങിയിട്ട്
കുരുമുളകും ഉപ്പും ഇട്ട് പൊഴിയുക കേട്ടോ. പിച്ച് ചീന്തി വെക്കൂലേ നമ്മൾ, പിച്ച് വാങ്ങി നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പിച്ച്, കുറച്ച് വലുതും കുറച്ച് ചെറുതൊക്കെ ആയിപ്പോയിട്ടുണ്ട്. കുഴപ്പമില്ല, അത് എന്താ വെച്ചാൽ കഴിക്കാൻ കിട്ടണമല്ലോ ഇടയ്ക്കിടയ്ക്ക്. എന്നാലല്ലേ ചിക്കൻ ഫ്രൈഡ് റൈസ് ആണെന്ന് നമ്മൾ ഓർക്കുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഇച്ചിരി വലിപ്പത്തിലിട്ടല്ല, ചിക്കൻ കാണാനുണ്ടാവില്ല. പിന്നെ റൈസ് ഇവിടെ വേവിച്ച് റെഡി ആക്കിയിട്ടുണ്ട്. റൈസ് ഞാൻ വെള്ളത്തിലിട്ട് ഊറ്റൊന്നും അല്ല കേട്ടോ ചെയ്തത്. എനിക്ക് അങ്ങനെ ഇഷ്ടമില്ല. എന്താണെന്ന് വെച്ചാൽ ഒരു വെള്ളച്ചോറ് വരും നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കഴിയുമ്പോൾ. ഇത് സാധാരണ നമ്മൾ ചോറ് ബിരിയാണിയൊക്കെ വറ്റിച്ചെടുക്കൂലേ, അളവ് കറക്റ്റ് അളവ് വെള്ളത്തിൽ വെച്ചിട്ട് അങ്ങനെയാണ് നമ്മളിത് ചെയ്തെടുത്തേക്കുന്നത്. അപ്പം നല്ല രുചി ഉണ്ടാകും കേട്ടോ. ഇതിൻ്റെ കൂടെ കുറച്ച് ബട്ടറും കൂടെ ആഡ് ചെയ്യാണ്, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അല്ല നെയ്യ് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മൾ അടുപ്പ് കത്തിച്ച് പാത്രം വെക്കാം. കുറച്ച് ഉണ്ടാക്കുന്നുള്ള, കൂടുതലില്ല. അപ്പം അതിന് ചെറിയ പാത്രം മതിയല്ലോ. നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിന് ടേസ്റ്റ് കൂട്ടുന്ന സാധനം ഒലിവ് ഓയിലാണ്. അപ്പം എൻ്റെ അനിയൻ വരുമ്പോൾ കൊണ്ടുത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത വർഷം. അപ്പോൾ അത് വെച്ച് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം വെളുത്തുള്ളി എന്നിട്ട് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി ഇടാം. മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാവേ. സ്ഥിരം ദൂരം നിൽക്കുന്ന എന്താ വെച്ചാൽ ഇത് നല്ല പൊട്ടിത്തെറിയും, അതുകൊണ്ടാട്ടോ. ഇഞ്ചിയും കൂടെ ഇട്ടിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോൾ പച്ചമുളക്, പിന്നെ വഴറ്റി വെജിറ്റബിൾ എല്ലാം ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളക് ഇടുന്നുണ്ട്, എരിവ് അനുസരിച്ച് ഇട്ട് കൊടുക്കാം. നമ്മൾ കുരുമുളക് കൂടി ചേർക്കുന്നതുകൊണ്ട് പച്ചമുളകെല്ലാം നമുക്ക് കുറച്ച് ചേർത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച വെജിറ്റബിൾസ്, ക്യാരറ്റും ബീൻസും ഇട്ട് കൊടുക്കാം. സ്പ്രിംഗ് ഓണിയനും മല്ലിയിലും നമ്മൾ ലാസ്റ്റാണ് ഇട്ടിടുന്നത്. ഇതുണ്ടാക്കി വെച്ചിട്ടാണ് എനിക്ക് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട്. ആൾക്കാരുടെ ഒരു ആഗ്രഹം ഇവിടെ സാധിച്ചു കൊടുക്കണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ചെയ്ത് തരുമ്പോൾ ഞാനും തിരിച്ചെന്തേലും ചെയ്ത് കൊടുക്കണ്ടേ. അപ്പം നമുക്കിപ്പോൾ എനിക്ക് അവധി ആയതുകൊണ്ടായിട്ടാണ് ഞാൻ ഈ പരിപാടി എല്ലാം ചെയ്യുന്നത്. ഇത്രയും കാലം വീഡിയോ ഇടാൻ ഞാൻ കടയിൽ പോകായിരുന്നു. ഇപ്പം കടയിലൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മളെ ചേട്ടൻ തന്നെയാണ് പോകുന്നത്. ചേട്ടൻ വരണ്ടെന്ന് പറയും. പിന്നെ എന്ത് ചെയ്യാനോ പോകാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് ഞാൻ പോകാറില്ല. അപ്പം അവധിയാട്ടോ, അതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല. കുറച്ച് ദിവസമായി ആദ്യമൊക്കെ അവധിയാണ്. പിന്നെ നമ്മൾ വിചാരിച്ചു വീഡിയോ അങ്ങ് ഇനി പറയുന്നില്ല എല്ലാ ദിവസവും വീഡിയോ ഇടുന്നതാണ്. നമുക്ക് പറഞ്ഞത് ഫലിക്കുമെന്ന് അറിയില്ല അല്ലേ, കാരണം നമ്മുടെ അവസ്ഥ അതാണ്. അപ്പോൾ അത് പറയുന്നില്ല. അപ്പം മറ്റൊരു ദിവസമെല്ലാം വീഡിയോ ഇടാം. അപ്പം അതൊക്കെ ഞാനും ഫ്രീ അല്ലേ. അപ്പം ഞാനിങ്ങനെ ഓരോന്ന് കുക്കിംഗ് ചെയ്യുന്ന അവള് വീഡിയോ എടുത്ത് തരുന്നു. പക്ഷെ അതിന് പോകുന്ന ഇവിടെ ഈ സാധനങ്ങളൊക്കെ മൊരിഞ്ഞു പോയി. ബാക്കി ഇടട്ടെ. നമുക്ക് 3 തരം ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇടട്ടെ. ഈ മഞ്ഞാണ് വിടാൻ തോന്നുന്നില്ല. കളറൊന്നും ഭയങ്കര ഇഷ്ടം മഞ്ഞ. മഞ്ഞോട് ഭയങ്കര ഒരു പ്രണയം. നമ്മുടെ ഫേവറേറ്റ് ആണോ മഞ്ഞയല്ലോ? ഫേവറേറ്റ് അല്ലെങ്കിൽ എനിക്ക് മഞ്ഞ ഇഷ്ടമാണ്. ആദ്യം എനിക്ക് കറുപ്പായിരുന്നു ഇഷ്ടം. എനിക്ക് ആദ്യം കറുപ്പായിരുന്നു ഇഷ്ടം. അപ്പം എൻ്റെ അമ്മ വഴക്ക് പറയുന്നു, നീ എവിടെ ചെന്നാലും കറുപ്പിൽ പിടിച്ച് കയറുന്നു. എത്ര കറുപ്പ് തുണി ഉണ്ടെങ്കിലും കറുപ്പ് കറുപ്പ് കറുപ്പ്. അവളെ ഒന്നും വഴക്ക് പറയുന്നു. കറുപ്പ് വിട്ട് വേറെ എന്തെങ്കിലും കറുപ്പ് ഡാർക്ക് ബ്ലൂ ആയിരുന്നു. ആർക്കാ? ഡാർക്ക് ബ്ലൂ എനിക്ക് ഇഷ്ടമല്ല. റെഡ് കളർ ഇഷ്ടമെന്നല്ല, ഡ്രസ്സ് ഉണ്ടായിരുന്ന ഡാർക്ക് ബ്ലൂ ആയിരുന്നു. ഏറ്റവും കൂടുതൽ കറുപ്പ് ഡാർക്ക് ബ്ലൂ. അതെങ്ങനെ കളറിച്ച് വന്നു, എനിക്ക് ഇഷ്ടമില്ലാത്ത ഡ്രസ്സാണ്. ഇതൊന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കട്ടെ. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഇച്ചിരി എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടിപ്പോവാം. എനിക്കൊരു സ്വഭാവം അത് അങ്ങനെയുണ്ട്. ഞാൻ ഇച്ചിരി ഇടും, പിന്നെ വിചാരിക്കും കുറച്ചും കൂടി ഇട്ടാലോ കുറച്ചും കൂടി ഇട്ടാലോ. അത് മുളകിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇവിടെ കറി വെച്ച് വരുമ്പോൾ നല്ല എരിവ് വരും. എരിവില്ലാത്ത കറി കൊടുത്താൽ ഇവിടെ രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എരിവില്ലാത്ത ഇഷ്ടമല്ല, എരിവ് വേണം, പക്ഷെ എരിവ് ഇഷ്ടമല്ല. കെട്ടിയോളം കഴിക്കൂല, ഭയങ്കര പ്രശ്നമാണ് എരിവായത്. അയ്യോ, പിന്നെ കിടന്നിങ്ങനെ നാക്കൊക്കെ ഇടായിട്ട് പുള്ളി പോയി എന്നൊക്കെ പറഞ്ഞു അന്നത്തെ ദിവസം മൊത്തം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഭയങ്കര എരിവാണ്. അന്ന് ഞാനിപ്പം എരിവെല്ലാം കുറച്ചു. എന്നാലും അറിയാണ്ട് ചിലപ്പം പോകും കൈ, മുളക് പൊടി ഇതും കാണുമ്പോൾ. പിന്നെ ഇവിടെ ഇല്ലേ, ഇപ്പം നമ്മൾ പുറത്തൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊന്നുമല്ല കേട്ടോ. ഇവിടെ ഒരാളുണ്ട്, പല സാധനങ്ങളും നമ്മൾ ഒഴിവാക്കും. ഇതെല്ലാം ഒഴിവാക്കിയാലും സന്തോഷമായിരുന്നു. പക്ഷെ ഫ്രൈഡ് റൈസ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ ഇതെല്ലാം ഒഴിവാക്കാൻ പാടില്ല. ഇതൊക്കെ പക്ഷെ ഇതെല്ലാം പെറുക്കി മാറ്റണമെങ്കിൽ 1/2 മണിക്കൂർ വേണ്ടേ കഴിക്കുമ്പോൾ. എനിക്കാണ് അസ്വസ്ഥത അങ്ങനെയെല്ലാം കാണുമ്പോൾ. അതുകൊണ്ട് ഞാൻ ഉള്ളിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, സവാള ഒന്നും അരിഞ്ഞിട്ടിട്ടില്ല. ഇത് തന്നെ അവൾ പറഞ്ഞ് ഇത്രയും വേണ്ട. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ ഇങ്ങനെ കാണിക്കാതിരിക്കുന്നത്. ഞാൻ ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നത്, ഒരു അൽഫയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേക സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത്. പക്ഷെ എനിക്ക് ഈ സാധനങ്ങളൊന്നും ഇഷ്ടമല്ല.
ഇഷ്ടമല്ലെങ്കിലും പക്ഷെ ഇതില്ലെങ്കിലും അതിന്റെ ആ ഒരു ടേസ്റ്റ് വരുമല്ലോ. ഇതെങ്കിലും വേണ്ടേ. സൈഡിൽ വെക്കാൻ ഇഷ്ടാ. ഇതൊന്നും ഇടണ്ടാന്ന് പറഞ്ഞത് സ്പ്രിംഗ് ഓണിയൻ. സ്പ്രിംഗ് ഓണിയൻ എനിക്ക് ഇഷ്ടമാ. പിന്നെ എനിക്ക് ആ ക്യാപ്സിക്കം ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനം. ക്യാപ്സിക്കത്തിന്റെ ആ ടേസ്റ്റ് ചെയ്തെങ്കിൽ എടുത്ത് വെച്ച ചിക്കൻ ഇതിനകത്തോട്ട് ഇടാട്ടോ. ഇതിപ്പോ എല്ലില്ലാത്ത പീസാണ്. ഞാൻ വിചാരിക്കുമോ ദൈവമേ കോഴിക്ക് എല്ലില്ലാണ്ട് കോഴി ഉണ്ടാവോ? ഇങ്ങനെയും മനുഷ്യൻ ലോകത്തുണ്ട്, നിങ്ങൾ അറിഞ്ഞുകൊള്ളൂ കേട്ടോ. അങ്ങ് നോക്ക്, ഈ ലോകത്ത് എല്ലാവർക്കും ഇഷ്ടം ലെഗ് പീസാ ചിക്കന്റെ. എനിക്ക് ഇഷ്ടമല്ലല്ലോ. ലെഗ് പീസ് മാത്രമല്ല, നിനക്ക് എല്ലെന്ന് പറഞ്ഞാൽ ഒരു ചിക്കൻ ഞാൻ കുറച്ച് വ്യത്യസ്തല്ലേ. അതാ പറഞ്ഞു, ഈ ലോകത്ത് ആരും ഉണ്ടാവില്ല ചിക്കന്റെ എല്ല് കഴിക്കാൻ. എല്ലാരും ചിക്കൻ കഴിക്കുന്ന നേരെ തിരിച്ചാ. ഇടട്ടെ. ഇതിപ്പോ ഞാൻ എങ്ങനെയാണെന്നറിയോ എല്ലില്ലാണ്ട് പിച്ചിച്ചേണ്ടി എടുത്തത്. ഇനി നല്ലോണം വഴറ്റിയെടുക്കട്ടോ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും ഒരു നുള്ളു. ഗരം മസാലയൊക്കെ ഇട്ടാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വരും. അപ്പം ഞാൻ തീ കുറച്ച് വെച്ചാൽ അതുകൊണ്ടാട്ടോ വഴന്ന് വിടത്തെ. പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കും. നിങ്ങൾ എത്ര ഇട്ടാലും നോക്കും. ഇത് ഞാനെന്നാ മന്തി കഴിച്ചപ്പോൾ എൻ്റെ അമ്മ എന്നോ എരിവായിരുന്നു അറിയാം കുരുമുളകിൻ്റെ. പക്ഷെ എനിക്ക് ഇഷ്ടമാണ്. കുറച്ച് എരിവിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ബട്ടർ ഇടാന്ന് വിചാരിച്ചാൽ അവൾ അതും വേണ്ടാന്ന് വെച്ചു കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഒരു പ്രത്യേക തരം മനുഷ്യക്കുഞ്ഞ. അതാ അപ്പം പറയുന്നത് ഏത് കോലത്തിൽ പെട്ടെന്ന് അറിയില്ല. ഞാൻ മാറിപ്പോയാലും എനിക്കറിയില്ലല്ലോ. നമ്മൾ കഴിക്കുന്ന ഒരു സാധനം കഴിക്കും. അപ്പൊ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുമല്ലോ. പപ്പ എല്ലാം കഴിക്കും. കഴിച്ചു കഴിഞ്ഞിട്ട് പപ്പ പറയുള്ളൂ. അയ്യോ വയറ് ഒന്നും പറയാത്ത ഒരു വ്യക്തി ഞാനല്ലേ. അമ്മ ഒന്നും പറയില്ല. കച്ചയും പോയി കിടന്ന് ഉറങ്ങുന്നു മാത്രം. ഉറക്കം എൻ്റെ ജീവിത അഭിലാഷമാണ്. ഉറക്കം ചായയും രണ്ടും മതി. ചായ കുടിക്കും ഉറങ്ങും. ടൊമാറ്റോ സോസ് ഇല്ല കേട്ടോ. അതൊന്നും വേണ്ടല്ലോ. അതെനിക്ക് ഇഷ്ടമല്ല. പച്ച സോസ് ഇഷ്ടമായിരുന്നു. പച്ച സോസ് വേണ്ട. അത് നമ്മൾ പച്ചമുളക് ഇത്രയും നമുക്ക് ചോറിടാൻ പറ്റൂല കേട്ടോ. അപ്പൊ നമ്മൾ കുറച്ച് ഇങ്ങോട്ട് മാറ്റുവാണ്. എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് ചോറിട്ട് കൊടുക്കാം. എന്നെപ്പോലെ പല ഭാഷ പറയുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചിലപ്പോൾ ഞാൻ കണ്ണൂർ പോകും, ചിലപ്പോൾ ഞാൻ പാലയിൽ പോകും, ചിലപ്പം കർണാടകത്തിൽ. ഉമ്മ പാല പറയുന്നില്ല, ഞാൻ കേട്ടിട്ടില്ലല്ലോ. ചിലപ്പോ ഭർത്താവ് പറയും. കെട്ടിയാണ് സുഖമായിട്ട് പറയാതെ പറ്റിയല്ല തരിയേല മിണ്ടിയേല എല്ല ഏലയോ പാലയിലുണ്ട് ഏലയോ. വനക്കാരെ കളിയാക്കാൻ പാടില്ല. അതൊക്കെ കളിയാക്കുന്നേ. കണ്ണൂരായി ഭാഷ എനിക്ക് ഭയങ്കര ഇഷ്ടം. കണ്ണൂരും ഇഷ്ടം. എന്റെ ഭാഷയുണ്ട്. എന്റെ കണ്ണൂർ ഭാഷന്റെ അത്ര നല്ല ഭാഷ എവിടെയല്ല. കണ്ണൂർ പൊളിയ. ആ കണ്ണൂരി പറയും. അളക്കുന്ന എല്ലാം ഇനി കണ്ണൂരി പറ. ഇങ്ങനെ നമ്മൾ ഇളക്കിയിട്ട് ഇതിന്റെ അകത്ത് ചോറിട്ടിട്ട്, ചോറ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ നമ്മള് ബസ്മതി റൈസ്, ഇത് കുറച്ച് നമുക്ക് മാറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിന്റെ അകത്ത് കുറച്ച് റൈസ് ഇട്ടിട്ട് ഓൾക്ക് കൊടുക്കാം. ഓളിത് തിന്നോന്നും എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ നിന്നൊക്കെ ചെയ്യുന്ന മാറ്റുവാണേ. ലേശം ചോറ് ഇടുന്നുള്ളേ ഓക്ക് മാത്രം. നമുക്ക് വേണ്ടല്ലോ. നാടാണ് ഇനി അതൊന്നും പറഞ്ഞുകൂടാ. ഇവളെ ഇനി എന്നോട് കളിക്കല്ലേ. ഞാൻ പിന്നെ കണ്ണൂർ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ കൊന്നതരും. ഞാൻ പപ്പയുടെ കൂടെ കുടിക്കോളാം. അപ്പനൊരു ഒരു അക്ഷരം പോലും കണ്ണൂർ അറിയില്ല. കണ്ണൂരല്ല, നമ്മള് കോട്ടയം പാല ഭാഷ സംസാരിക്കും. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയ കുണം കണ്ടോ? സ്റ്റൗവിന്റെ മേലെല്ലാം ആയിനി. ഇനി എനിക്കതെല്ലാം തുടക്കണം. എന്തോ ഒരു കഷ്ടം. നേരം വെളുത്തായിരുന്നു. പാത്രം കഴുകുക, തുടയ്ക്കുക, ക്ലീൻ ചെയ്യുക, വീഡിയോ എടുക്കുക. എന്ത് സുഖമുള്ള ജീവിതം അല്ലേ കണ്ടാല്. ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഓള് പറയാ. ഞാൻ ഉണ്ടാക്കും. ഇതിനകത്ത് നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കാം, കുറച്ച് മല്ലിയിലയും. അരിച്ചലൊക്കെ കുറച്ച് വലുതായിട്ടൊക്കെ ഇല്ല കേട്ടോ. ഒരിത്തിരി മല്ലിയില ഇത്തിരി മതി കേട്ടോ. ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഒരു പാത്രത്തിൽ ഇടുക, കഴിക്കുക. എന്ത് കളർഫുള്ളാ. തിന്നാൻ ടേസ്റ്റ് ഇല്ലെങ്കിലും കാണാൻ നല്ലേ. ഞാൻ ഉണ്ടാക്കിയ ഫ്രൈഡ് റൈസ് കാണാൻ ഭംഗിയില്ല. എന്റെ അമ്മ കണ്ടു കഷ്ടപ്പാട് കാണാൻ കൊള്ളുന്ന സാധനം. കാരണം കാണാൻ കൊള്ളുന്ന സാധനം കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. സത്യം. അതല്ല, എന്റെ കഷ്ടപ്പാടൊന്നും ആലോചിച്ച് നോക്ക്. വീഡിയോ എഡിറ്റ് ചെയ്യലാം. നല്ല ഇത് പെറുക്കി മാറ്റില്ല. ഇത് വലിയ പീസാണ്ട് വേഗം പെറുക്കി മാറ്റാൻ പറ്റും. ഇതേ കുറച്ച് വലിയ പാത്രം ആയതുകൊണ്ട് പുറത്തൊന്നും പോകുന്നില്ല. ഇതൊരു പണി ഇരട്ടി. അപ്പൊ
എൻ്റെ എല്ലാ ഫാമിലിക്കാർക്കും പോ. ഫ്രൈഡ് റൈസ് കഴിക്കാൻ ടേസ്റ്റ് ഇല്ലെങ്കിലും കാണാൻ നല്ല ടേസ്റ്റ് ഉണ്ട്, കാണാൻ നല്ല ഭംഗിയുള്ള ഫ്രൈഡ് റൈസ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി കുറച്ചും കൂടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ഓടിക്കും. അപ്പം ഇത്ര മതി അല്ലേ? ടാറ്റാ.